ദൈവത്തിരുനാമത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സസ് 1 to 9 ചിന്തിപ്പാനും പഠിപ്പാനും ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കിങ് ജെയിംസ് വേർഷൻ, ഓഫ് വിച്ച് സാൽവേഷൻ ദ പ്രോഫറ്റ്സ് ഹാവ് എൻക്വയർഡ് ആൻഡ് സെർച്ച്ഡ് diligently, who prophesied of the grace that should come unto you, searching what manner of time the Spirit of Christ which was in them did signify, when it testified beforehand the sufferings of Christ and the glory that should follow, unto whom it was revealed that not unto themselves but unto us they did minister the things which are now reported unto you by them that have preached the gospel unto you with the Holy Ghost, sent down from heaven, which things the angels desire to look into. പത്രോസ് 1-ന്റെ 10, 11, 12 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലായി സാൽവേഷൻ എന്താണെന്നും ആ സാൽവേഷനിൽ കൂടെ നമുക്ക് കിട്ടുന്ന ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പത്രോസ് ഈ പീഡ അനുഭവിക്കുന്ന ദൈവമക്കളോടും അവർ ആ ലേഖനത്തിൽ കൂടെ നമുക്കും അത് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് വീണ്ടും പത്രോസ് ചിന്തിക്കുക, ഒന്നുകൂടെ ഇവരെ ഉറപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഈ സാൽവേഷനെ കുറിച്ചെന്ന്. അതിനുവേണ്ടി ആണ് ഈ 10, 11, 12 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പത്രോസ് നന്നായിട്ടറിയാം, പത്രോസ് ആയിരിക്കുന്ന ആ ഒരു സമൂഹം 1-ാം നൂറ്റാണ്ടിൽ ആ യഹൂദന്മാർക്ക് പീഡ അനുഭവിക്കുന്ന യേശുക്രിസ്തുവിനെ അംഗീകരിപ്പാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ പൗലോസ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറയുന്നത് നിങ്ങൾക്കൊരു ഇടർച്ചക്കല്ല എന്നാണ്. ഇറ്റ് ഇസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഫോർ യു എന്ന് അവരങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന ഈ സമൂഹത്തിനെ, അവരുടെ നടുവിലായിരിക്കുന്ന ഈ പാവം വിശ്വാസികളെ ഉറപ്പിക്കേണ്ടത് വീണ്ടും ആവശ്യമായിരിക്കുന്നെന്ന് പത്രോസിന് മനസ്സിലായി. കാരണം പത്രോസിനും അപ്പസ്തോലന്മാർക്കും അറിയാം, യേശുക്രിസ്തുവിന് കൂടി ഇവർ നടന്നിട്ട് യേശുക്രിസ്തു ഇവരോട് പറഞ്ഞായിരുന്നു. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയാം, നിങ്ങൾ ഈ കാണുവാൻ ഏറെ പ്രവാചകന്മാരും രാജാക്കന്മാരും ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാനും അവർ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഈ കണ്ണും നിങ്ങളുടെ ചെവിയൊക്കെ ഭാഗ്യമുള്ളതാണ്. അതായത് യേശുക്രിസ്തുവിനെ കാണുവാനും കേൾക്കുവാനും ഒക്കെ അവർക്ക് കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് യേശുക്രിസ്തു അവരോട് പറയുക. പക്ഷെ അതല്ല, ഇവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നടന്നു അടക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ മറന്നുപോയിട്ട്, നമുക്കറിയാം മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന യേശുക്രിസ്തുവിന് മനസ്സിലായി ഇവരുടെ വിശ്വാസത്തിൽ അത്ര ഉറച്ചല്ല ഇപ്പോൾ നിൽക്കുന്നെന്നുള്ളത് മനസ്സിലായി. കാരണം അവർ പറയുക, ഇസ്രായേലിൻ്റെ രക്ഷ ഉദാഹരണം യേശുക്രിസ്തുവിന് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു, ഞങ്ങൾ ആശിച്ചിരുന്നെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അവരെ ഇപ്പോൾ അവർ ആശ പോയിരിക്കുക. യേശുക്രിസ്തു അവരെ വഴക്ക് പറഞ്ഞിട്ട് പറയുക, പ്രവാചകന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെന്നാണ് പറയുന്നത്. മോശ മുതലുള്ള എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും സങ്കീർത്തനങ്ങളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഒക്കെയും ദൈവം അവർക്ക് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഇവരെ ഉറപ്പിച്ചത് പത്രോസിന് ഓർമ്മയുള്ളതുകൊണ്ട് പത്രോസ് ഇപ്പോൾ ഈ പീഡ അനുഭവിക്കുന്ന ദൈവമക്കളെ ഒന്നും കൂടെ ഈ രക്ഷയുടെ ഉപദേശത്തിൽ ഉറപ്പിക്കാനായിട്ട്, അതായത് ഇവർക്ക് ഈ യഹൂദന്മാർക്ക് ഒട്ടും വിശ്വാസമില്ല, പീഡ അനുഭവിച്ച ഒരു മിശിഹ ആണ് നമുക്കുള്ളതെന്ന് പറയുന്നവരെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇവരെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട്, ഇവർ പത്രോസും കൂട്ടരും അല്ലെങ്കിൽ അപ്പസ്തോലന്മാരും പറഞ്ഞ ഒരു കെട്ടുകഥയല്ല, ഇത് ഉണ്ടാക്കിയ ഒരു കഥയല്ലെന്നും പ്രവാചകന്മാരും ഈ രക്ഷയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. 10, 11, 12 വാക്യങ്ങൾ അതാ പറയുന്നത്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. ദ സെർച്ച് ഡിലിജൻ്റ്ലി അബൌട്ട് ദ സാൽവേഷനെ കുറിച്ച് അവർ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കൺസേണിങ് ദിസ് സാൽവേഷൻ അവരതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ഈ സാൽവേഷനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർക്കൊരു കൃപ വരാനിരിക്കുന്നുവെന്ന്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അന്നേരമായി ഇവർ പ്രവചിക്കുന്നത് കണ്ടോ. ഈ രക്ഷയെ ആരാഞ്ഞു നോക്കിയിരുന്നു. ആരാഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അവർ പ്രവചിക്കാനിടയായത്. ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. കൺസേണിങ് ദ സാൽവേഷൻ ദ പ്രോഫറ്റ്സ് ഹാവ് എൻക്വയർഡ് ആൻഡ് സെർച്ച്ഡ് diligently,
ഹൂ പ്രൊഫസീഡ് ഓഫ് ദ ഗ്രേസ് ദാറ്റ് ഷുഡ് കം അൺ ടു യു. നിങ്ങൾക്ക് വരാനുള്ള കൃപയെക്കുറിച്ച് അവർക്ക് അന്നേരം മനസ്സിലായി. രക്ഷയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വരാനുള്ള കൃപയെക്കുറിച്ച് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ കൃപയെക്കുറിച്ച് വീണ്ടും അവർ പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. യേശുക്രിസ്തു വരേണ്ട കഷ്ടങ്ങളെക്കുറിച്ചാണ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴവരന്വേഷിച്ച് ഇത് എപ്പോൾ നടക്കുമെന്ന്. അന്നേരവും ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, തങ്ങളുടെ സമയത്തല്ല ഇത് നടക്കുന്നതെന്നും തങ്ങളിത് വിശ്വസിക്കേണ്ടതും ഇത് പ്രവചിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നതെന്നും ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കുക അവരെക്കുറിച്ച്. അത് അവർക്ക് വേണ്ടിയും എന്നാൽ അവരുടെ സമയത്ത് നടക്കത്തില്ലെന്നും ഇത് വരുവാനുള്ള തലമുറകളുടെ സമയത്ത് നടക്കുന്ന കാര്യമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഈ പ്രവാചകന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളുടെ സമയത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കാതെ പോയില്ല. മറിച്ച് അത് അവരുടെ സ്വന്തം പോലെ അവർ ഏറ്റെടുത്തു. അവരത് വിശ്വസിച്ചു. അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളെന്ന് അവർ എണ്ണിക്കൊണ്ട് അവർ ഈ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ആ രക്ഷയിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചു. അവരത് വിറ്റ്നസ് ചെയ്തു. അവർ വിശ്വാസത്തിൽ മരിച്ചു എന്ന് എബ്രായ ലേഖനം 11:13 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രവാചകന്മാർ അവർ ദൂരെ നിന്ന ഈ രക്ഷയെ കണ്ടത്. ദേ സോ ദ സാൽവേഷൻ ഫ്രം എ ഡിസ്റ്റൻസ്. അതുകൊണ്ട് യേശുക്രിസ്തു അവരോട് പറഞ്ഞത്, നിങ്ങൾ കാണുന്നതൊക്കെ അവർ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ദേ സെർച്ച് ഡിലിജൻ്റ്ലി എന്നാണ് പറയുന്നത്. ഒരു വലിയ നിധി അന്വേഷിക്കുന്നത് പോലെ അവരിത് അന്വേഷിച്ചു. പക്ഷെ അവർക്ക് അന്നേരം കാണുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം നമുക്ക് പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഈ ലോകത്തിൻ്റെ നടുക്ക് അതാണെങ്കിൽ, ഒരു സൈഡിൽ അത് കാണാതെ പ്രത്യാശിച്ചു പോയ മരിച്ച വിശ്വാസികളായ പ്രവാചകന്മാർ ദൈവമക്കളും, അതിൻ്റെ ഇങ്ങേപ്പുറത്ത് ക്രൂസിൻ്റെ മറ്റേ സൈഡിൽ, അതായത് നമ്മൾ ആയിരിക്കുന്ന ആ ഒരു വശത്താണെന്ന് ഓർത്തുന്നു, ആ സൈഡിൽ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട അപ്പസ്തോലന്മാർ, ക്രൂശ് മരണത്തിന് സാക്ഷി വഹിച്ചവരും പിന്നീട് അവനിൽ വിശ്വസിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം വേറൊരു സൈഡിലും. സോ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ക്രോസ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നതിൽ യാതൊരു അപാകതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹീസ് ദ സെൻറ്റർ ഓഫ് ദ ഹ്യൂമാനിറ്റി. മനുഷ്യവർഗത്തിൻ്റെ ഹോൾ മനുഷ്യവർഗത്തിന് നടുക്കലായിട്ട് ആണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ പ്രവാചകന്മാർ വിശ്വസിച്ചു. അവർ വിശ്വാസത്താൽ മരിച്ചു. പത്രോസ് ഉറപ്പിച്ച് പറയുക, ഞങ്ങളല്ല ഇത് ആദ്യം പറയുന്നതെന്ന്, അവർക്കിത് വെളിപ്പെട്ടിരുന്നു. യെശയ്യാപ്രവചനം 53 യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച് തന്നെ ഒരു ഹോൾ ചാപ്റ്റർ എടുത്തിരിക്കുക. ആ 53 പറയുന്നത് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ഐസയ എന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ സുവിശേഷമായിട്ടാണ് അതിനെ വെച്ചിരിക്കുന്നത്. അത്രത്തോളം അവർ ഉൾക്കൊണ്ട് വിശ്വസിച്ച് അവർ വിളിച്ചു പറഞ്ഞു, ഹീ വിൽ കം എന്ന്, ദ മെസ്സയ വിൽ കം എന്നുള്ളത്. ഹീ വിൽ കം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവർ സാക്ഷിച്ച്, അവർ നല്ല സാക്ഷ്യത്തിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് വിശ്വാസത്തിൽ മരിച്ച് ദൈവസന്നിധിയിൽ ചേരുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ 12 വാക്യം, ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇതെപ്പോൾ നടക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ, അതായത് ഈ പ്രവാചകന്മാർ പറഞ്ഞത്, രക്ഷയെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കൃപ, ദൈവത്തിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ കൃപയാണ് രക്ഷയെന്നും ആ കൃപ വരാനിരിക്കുന്നുണ്ട്, അത് അവരുടെ സമയത്തല്ല, അത് ഈ ഭൂമിയിൽ വരുമെന്ന്. യേശു ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ വന്നു. സോ വെൻ ഹി കെയിം ദ ഫസ്റ്റ് ടൈം ഹി ബ്രോട്ട് ഗ്രേസ്. അവൻ ഈ ഭൂമിയിൽ കൃപയായിട്ട് വന്നു, കൃപ കൊണ്ടുവന്നു. അത് നമുക്കറിയാം. തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 2:11 പറയുക, സകല മനുഷ്യർക്കുമുള്ള ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, അവൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്, യേശു ക്രിസ്തുവിൻ്റെ ജനനം അത് കൃപയായിട്ട് ഈ ഭൂമിയിൽ, പിതാവായ ദൈവത്തിൻ്റെ കൃപയായി ഈ ഭൂമിയിൽ വന്ന കാര്യം പറയുക. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. ഇപ്പോൾ പറയുന്ന, അപ്പോൾ അത് നിങ്ങളോടിപ്പോൾ സുവിശേഷം അറിയിക്കുന്നവർ പറഞ്ഞു, അത് ഏതാണെന്നാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്, യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്,
ഇത് എല്ലാം കൂടെ ചേർന്നതാ നമ്മൾ എന്തു പറയുന്നത്, സുവിശേഷം എന്ന് പറയും. അന്ന് പ്രവാചകന്മാർക്ക് ഇതെല്ലാം വെളിപ്പെട്ടിരുന്നു. അവർക്ക് വെളിപ്പെട്ടത് ഇന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനൊരു പുതിയ പേരാ കൊടുത്തിരിക്കുന്നത്. അതിന് ഗോസ്പൽ എന്നാ പറയുന്നത്, സുവിശേഷം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ സുവിശേഷം പറയുന്നവർക്കും അത് വെളിപ്പെട്ടിട്ടാണ്, ആ പരിശുദ്ധാത്മാവിലാണ് അവരിപ്പോൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കാൾ ഉപരി യേശുക്രിസ്തുവിൻ്റെ മരണമാണ് രക്ഷയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. അവൻ്റെ ലാവണ്യ വാക്കുകൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിലോ? അപ്പോൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, 12 യോഹന്നാൻ 12:32 പറയാം, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. നമ്മുടെ പാപത്തിനുള്ള ഒരു സൊല്യൂഷൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയിരുന്നെങ്കിൽ അത് നടക്കത്തില്ലായിരുന്നു. നമ്മുടെ പാപത്തിനുള്ള ഒരു സൊല്യൂഷൻ നടന്നത് ആ ക്രൂശ് മരണത്തിലായിരുന്നു. ആ ക്രൂശ് മരണത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനുള്ള സൊല്യൂഷൻ മനുഷ്യർക്ക് കിട്ടുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ കുരിശിനെയും ആ ക്രോസിനെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സുവിശേഷത്തിൽ പറയുവാനുള്ള ഏക കാരണം, മോർ ദാൻ ഹിസ് ലൈഫ്, ഹിസ് ഡെത്ത് പ്ലേഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ അവർ സാൽവേഷൻ. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപ പരിഹാരത്തിൻ്റെ യാഗമായിട്ട് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചു. ആ പാപത്തിൽ നിന്ന് നമ്മളെ എന്നേക്കുമായി വിടുവിച്ചു. അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരുന്നുള്ള പ്രത്യാശ, അതാണ് നമ്മളുടെ സുവിശേഷം. ഈ സുവിശേഷം ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സുവിശേഷം ഇത് പറയുമ്പോൾ ഈ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ സുവിശേഷമായിട്ട് പറയുന്നത്. അതിനകത്ത് എൻ്റെ 12-ാം വാക്യം എനിക്ക് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് പറയണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്നുണ്ട്. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് എത്രയേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്, searching what manner of time the Spirit of Christ which was in them did signify, when it testified beforehand the sufferings of Christ and his glory that should follow. അത് കഴിഞ്ഞിട്ട് പറയാ, unto whom, അതായത് ഈ പ്രവാചകന്മാർക്ക്, it was revealed that not unto themselves, കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത്, but unto us they did minister. unto us, പത്രോസ് പറയുക, അന്ന് അവർക്കിത് കണ്ടു, അവർക്ക് അനുഭവിക്കുവാൻ അത് കഴിഞ്ഞില്ലെങ്കിലും വിശ്വാസത്താൽ അവർ അനുഭവിച്ചു, നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ ഈ ശുശ്രൂഷ ചെയ്തത് തങ്ങൾക്കായിട്ടല്ല, മലയാളത്തിൽ പറയുന്നു നിങ്ങൾക്കായിട്ടാണെന്ന്. എന്നാൽ പത്രോസ് പറയുക, ഈ ഇതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും കിങ് ജെയിംസ് വെർഷനോടാണ് അത് അടുത്ത് വരുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ കാരണം. കിങ് ജെയിംസ് പത്രോസ് പറയുക, they were not ministering to themselves, അവർക്ക് വേണ്ടി അല്ല അവർ ആ ശുശ്രൂഷ ചെയ്തത്, they were ministering unto us, നമുക്ക് വേണ്ടിയാ ആ ശുശ്രൂഷ ചെയ്തതെന്ന്. എന്നിട്ട് പറയുക, മലയാളത്തിൽ പറയുക, അവർ നിങ്ങൾക്കായിട്ട് അല്ലയോ അത് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നു, അതിപ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അറിയിച്ചിരിക്കുന്നു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ, ഇംഗ്ലീഷിൽ അത് പറയുക, unto us they did minister the things which are now reported unto you by them that have preached the gospel, unto you with the Holy Ghost sent down from heaven. ഇതിപ്പോൾ ഈ യു എന്ന് പറയുന്നത് നിങ്ങളോടെന്നുള്ള പ്ലൂറലല്ല അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അത് എന്നോടും നിന്നോടും, നിന്നോട് എന്നുള്ള വാക്കാ, സിംഗുലറിലേക്കാ അത് വരുന്നത്, ഏകവചനത്തിലേക്ക് അത് വരിക. അപ്പോൾ അന്ന് അവർക്ക് വെളിപ്പെട്ടത് അവർക്കായിട്ടല്ല, അത് നമുക്കായിട്ട് വെളിപ്പെട്ടു. ആ നമുക്ക് വേണ്ടി അവർ മിനിസ്ട്രി ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് വെളിപ്പെട്ടു. നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടു എന്നുള്ളത് ശരിയാ, ഈ സുവിശേഷം. പക്ഷെ അതിലുപരിയായിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്, ഞാനിത് കേട്ടെന്ന് ഞാൻ പറയുക, നീ ഇത് കേട്ടെന്ന് നീ പറയുക. നമ്മൾ എല്ലാവരും ഇത് കേട്ടു. അന്നേരം നമുക്ക് പറയാം, അവർക്ക് വെളിപ്പെട്ട ആ മർമ്മം, അവർക്ക് വെളിപ്പെട്ട ഈ മിനിസ്ട്രി, ഇതിൻ്റെ ഉദ്ദേശം അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് എന്നോടും നിന്നോടും വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു അവരന്ന് ചെയ്തത്. ഇത് ഈ സിംഗുലറിലേക്ക് കൊണ്ടുവന്നു. മലയാളത്തിൽ അത് നിങ്ങളോടിപ്പോൾ സുവിശേഷം അറിയിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് അവർക്ക് വെളിപ്പെട്ടത് അവർക്കായിട്ടല്ല,
എനിക്കായിട്ട് നിനക്കായിട്ട്. യു എന്നുള്ള സിംഗുലർ വേർഡിലാണ് അത് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അത് പത്രോസ് അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് വാസ് റിവീൽഡ് ടു ദം ദാറ്റ് ദ മിനിസ്ട്രി ഈസ് ഫോർ അസ്. നമുക്ക് വേണ്ടി അവിടെ ഒരുമിച്ചാണ് പറയുന്നത്. But they did minister the things which are now reported unto you by them that have preached the gospel unto you. അത് സിംഗുലർ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണ്ടി ചെയ്യാൻ അവർക്ക് വെളിപ്പെട്ട ശുശ്രൂഷ നമ്മുടെ അടുത്തത് വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടല്ല രക്ഷിക്കപ്പെടുന്നത്, വ്യക്തിപരമായിട്ടാണ് രക്ഷിക്കപ്പെടുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ സാരം. അതങ്ങ് സിംഗുലറിലേക്ക് വരിക. നമുക്ക് യെശയ്യാ പ്രവചനം 53 അധ്യായം അതിൻ്റെ 6 വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഇംഗ്ലീഷിൽ ഓൾ വി like sheep have gone astray, we have turned everyone to his own way, and the Lord hath laid on him the iniquity of us all. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. കണ്ടോ, അത് പ്ലൂറലാണ് വന്നിരിക്കുന്നത്. നാം എല്ലാവരും തെറ്റിപ്പോയിരുന്നു. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നാം എല്ലാവരും തെറ്റിപ്പോയിരുന്നു, നമ്മളെല്ലാവരും ഒരു വഴിക്ക് പോയി എന്നല്ല പറയുന്നത്, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് പോയി എന്നാണ് പറയുന്നത്. ഓൾ വി ലൈക്ക് ഷീപ്പ്, ആടുകളെ പോലെ ചിതറിപ്പോയിരുന്നു എന്നാണ് പറയുന്നത്. പല വഴിയിൽ പോയിരുന്നവരാണ് നമ്മളും. ആടുകളെ ചിതറിയ കൂട്ടം പോലെ കണ്ട് യേശുക്രിസ്തുവിന് മനസ്സലിഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാം ഓൾ വി ലൈക്ക് ഷീപ്പ് ഹാവ് ഗോൺ എസ്ട്രേ. പിന്നെ പറയുന്നുണ്ട് വി ഹാവ് ടേൺഡ്, വി പ്ലൂറൽ, അതായത് നമ്മളെല്ലാവരും ടേൺ ചെയ്തു. എന്നിട്ട് എന്തോ പറയുന്നത്? എവ്രി വൺ ടു ഹിസ് ഓൺ വേ എന്ന്. കണ്ടോ, സിംഗുലറിലേക്ക് അത് കൊണ്ടുവന്നു. ആ മൂലഭാഷയിൽ പറയുന്നത് അന്ന് പിതാക്കന്മാർക്ക് പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടത് നമുക്ക് വേണ്ടിയാണെന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ്. അത് വാസ്തവമായിരിക്കുമ്പോൾ ഇന്ന് സുവിശേഷത്തിൽ കൂടെ ഞാനത് കേൾക്കുമ്പോൾ ആ സുവിശേഷം ആദ്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് എനിക്ക് പറയാം മൈ സാൽവേഷൻ, മൈ സേവിയർ എന്ന് പറഞ്ഞിട്ട് അവർ സാൽവേഷൻ, അവർ സേവിയർ, ഹീസ് ദ സേവിയർ ഓഫ് ദ യൂണിവേഴ്സ്. അതെല്ലാം എനിക്ക് പറയാം, അതെല്ലാം ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ സിംഗുലറിലേക്ക് വരുന്നത് കണ്ടോ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് പോയിരുന്നു. എന്നാൽ പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളെ അകൃത്യങ്ങളെയും അവൻ്റെ മേൽ ചുമത്തി, എല്ലാവരുടെയും. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 2 നമ്മളെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം എല്ലാവരും, ആദ്യത്തേത് ഇംഗ്ലീഷിലത് ഓൾ എന്നുള്ള വാക്കാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കണ്ടോ, അടുത്ത ഒരു ഓൾ വരിക. നാം എല്ലാവരും എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവദാസൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു. ആ ദേവദാസൻ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹത്തിനോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അങ്ങ് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, യേശു ക്രിസ്തുവിൽ കൂട്ടുള്ള രക്ഷയെക്കുറിച്ച് ഞാൻ കേട്ടു, പക്ഷേ ഇത് എൻ്റെ മനസ്സിന് എങ്ങനെ സമാധാനം വരുമെന്ന് ചോദിച്ചു. ഇതെനിക്കെങ്ങനെ പ്രാവർത്തികമാക്കുവാൻ കഴിയുമെന്ന്. അദ്ദേഹം ഈ വാക്യം തന്നെ എടുത്തു. ഈ വാക്യം എടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ ഈ വാക്യം ഐസയ 53:6 വായിക്കുമ്പം നീ 2 ഓൾ കാണും. ALL ഓൾ, നാം എല്ലാവരും എന്നുള്ള ആ 2 ഓൾ ആ സെൻറ്റൻസ് നിനക്ക് കാണാൻ കഴിയും. അതിലാദ്യത്തെ ഓൾ നീ വായിക്കുമ്പം നീ നിന്നെ തന്നെ താഴ്ത്തി, യു സ്റ്റീപ്പ് ഡൗൺ ലോ ആൻഡ് ഗോ ഇൻ അറ്റ് ദ ഫസ്റ്റ് ഓളം. ആദ്യത്തെ ഓളിനകത്തൂടെ നീ അകത്ത് കിടക്കണമെന്ന്. ദെൻ സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ് ആൻഡ് കം ഔട്ട് അറ്റ് ദ ലാസ്റ്റ് ഓളം. അകത്ത് നീ കുനിഞ്ഞ് അകത്ത് കയറിയിട്ട്, ആദ്യത്തെ ഓളിൽ കൂടെ അകത്ത് കയറിയിട്ട് നീ എന്നിട്ട് പിന്നെ അകത്ത് നിന്ന് ആ വചനത്തിൻ്റെ ഉള്ളിൽ നീ ചെന്നിട്ട് പിന്നീട് നീ നിവർന്ന് നിന്നിട്ട് ലാസ്റ്റ് ഓളിൽ കൂടെ നീ ഇങ്ങനെ പുറത്ത് പോരണം, നിവർന്ന് നിൽക്കുന്നവനായിട്ട് പോരണം. ഇവനിത് ആദ്യം മനസ്സിലായില്ലല്ലോ, ഇവനിത് വായിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു,
ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞു. ഞാൻ എൻ്റെ വഴിക്ക് പോയ ആളാണ്. ഞാൻ എൻ്റെ വഴിക്ക് പോയിരുന്നു. എൻ്റെ പാപവുമായിട്ട് ഞാൻ എൻ്റെ വഴിയെ പോയി. പക്ഷെ എൻ്റെ പാപം പിതാവായ ദൈവം അവൻ്റെ മേലിട്ടു വന്നു. ആ ഇംഗ്ലീഷിൽ ദ ലോർഡ് ഹാത്ത് ലെയ്ഡ് ഓൺ ഹിം ദ ഇനിക്വിറ്റി ഓഫ് അസ് ഓൾ എന്ന് കണ്ടോ, ലാസ്റ്റ് ഓൾ. അപ്പോൾ മനസ്സിലായി, ആടിനെ പോലെ ഞാൻ തെറ്റിപ്പോയിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞ് നിന്റെ പാപങ്ങൾ യേശുക്രിസ്തു പിതാവായ ദൈവം പുത്രൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് കൊണ്ട് നീ നിന്റെ പാപങ്ങളെ അവൻ്റെ മേലിടുക. നിന്റെ ഭാരങ്ങളെ അവൻ്റെ മേലിടാൻ ഇട്ട് കഴിയുമ്പോഴുണ്ടല്ലോ നിന്റെ ഭാരം പോകുന്നതുകൊണ്ട്. ഇപ്പോൾ അത് നിന്നോട് ഞാൻ കുനിഞ്ഞു കയറാനാണ് പറഞ്ഞത്. നിന്റെ ഭാരം, പാപഭാരം, നിന്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുമായിട്ട് കയറുന്നുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ ഓളിൽ കൂടെ കയറി നീ നിന്റെ കുറവുകളെ നിന്റെ കർത്താവായ യേശുക്രിസ്തുവിൽ അത് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, എൻ്റെ പാപവും എൻ്റെ എല്ലാ ഭാരങ്ങളും അവൻ ചുമന്നു എന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ you are free of this burden. ഈ ഭാരം അറിയതുകൊണ്ട് you stand up straight and come out through the last all. ആ അവസാനത്തെ ഓളിൽ കൂടെ നീ നല്ല സമാധാനമുള്ളവനായിട്ട് പുറത്തു വരാൻ പറഞ്ഞു. ഇതത്ര വാസ്തവമാണെന്ന് ഞാനും ചിന്തിച്ചു. നമ്മുടെ പാപഭാരത്തെ അവൻ്റെ മേലിട്ട് കഴിയുമ്പോൾ, ആ ചുമട് മാറിക്കഴിയുമ്പോൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും, പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ഈ ലോകത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളായിരുന്നു. പാപഭാരം മാറിക്കഴിയുമ്പോൾ ബാക്കി ഭാരങ്ങളും കർത്താവ് പറയാതെ സകല ചിന്താകുലവും അങ്ങ് ഇട്ടോളാനെന്നാണ് പറയുന്നത്. അപ്പോൾ പാപഭാരവും ചിന്താകുലങ്ങളുടെ ഭാരവും എല്ലാം അവൻ്റെ മേലിട്ട് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പുറത്തു വരുവാൻ നമുക്ക് കഴിയുമെന്ന് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ദൈവദാസൻ നല്ല ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആ മനുഷ്യൻ രക്ഷിക്കപ്പെടാനും ആ മനുഷ്യൻ്റെ ഉള്ളിലെ ഭാരങ്ങൾ മാറി നിവർന്നു നിൽപ്പാനും ദൈവം അവനെ സഹായിച്ചു എന്ന് ഞാൻ വായിപ്പാനിടയായി. അതുപോലെ വി ഓൾ ഹാവ് ഗോൺ എസ്ട്രേ. ഈ 12-ാം വാക്യത്തിൽ പറയുക, ആ സുവിശേഷം ഇപ്പോൾ നമ്മളോട് ഓരോരുത്തരോടും, നമ്മൾ ഈ കേൾക്കുന്നതിന് മുമ്പ് തെറ്റി ചിതറിപ്പോയ ആടുകളുടെ കൂട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിതറിപ്പോയി. ഇതിപ്പോൾ ഞാൻ ഏറ്റുപറയുക, ദൈവമേ എൻ്റെ പാപങ്ങൾ ഞാൻ നിൻ്റെ മേലിടുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു വേദഭാഗം ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ദൈവമക്കൾ അത് വായിക്കുക. അതിനകത്ത് പറയുന്നത്, അഹരോൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പാപപരിഹാര യാഗം നടക്കുന്ന കാര്യമാണ് പറയുന്നത്. 2 ആടുകളെ അവിടെ കൊണ്ടുവരും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട്. ആ ആടുകളെ കൊണ്ടുവരുമ്പോൾ അതിലൊരെണ്ണത്തിനെ കൊന്ന് അതിനകത്ത് സമാപന കൂടാരത്തിൽ അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ആ രക്തത്തെ തളിക്കുന്നുണ്ട്. എന്നാൽ 2ാമത്തെ ആടിനെ കൊല്ലാതെ അതിനെ ജീവനോടെ വെക്കും. ആ ആടിനെ സ്കേപ്പ് ഗോട്ട് എന്നാണ് പറയുന്നത്. SSL എന്നൊരു വാക്കുണ്ട്, സ്കേപ്പ് ഗോട്ട്, ഒരു ബലിയാട്. അഹരോൻ എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ആടിൻ്റെ തലയിലോട്ട് തൻ്റെ 2 കൈയും വെച്ച് ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും ഭാരങ്ങളും ആ ആടിൻ്റെ തലമേൽ ചുമത്തി ആടിൻ്റെ മേലങ്ങ് വെച്ചിട്ട് ഈ ആടിനെ ഒരു മനുഷ്യൻ വശം അതിനെ ഒരു ശൂന്യപ്രദേശത്തേക്ക്, മരുഭൂമിയിൽ എവിടെയോ അതിനെ കൊണ്ട് പറഞ്ഞു വിടും. ഇത് യെശയ്യാപ്രവാചകന്റെ മനസ്സിൽ ഈ ഒരു കാഴ്ചയായിരിക്കും വന്നത്. ആ യാഗം നടന്നപ്പോൾ ഈ സ്കേപ്പ് ഗോട്ടായ ആ ആടിൻ്റെ തലയിൽ അഹരോൻ മനുഷ്യരുടെ അന്നത്തെ സകല ആൾക്കാരുടെയും പാപത്തെ അവൻ്റെ ആ ആടിൻ്റെ തലയിൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ യോഹന്നാൻ സ്നാപകൻ പറയുക, യോഹന്നാൻ 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അന്ന് യെശയ്യാവ് പ്രവചിച്ചു, അഹരോൻ ചെയ്തത് ഓർത്ത് യെശയ്യാവ് പ്രവചിച്ചു, നമ്മുടെ എല്ലാ അകൃത്യങ്ങളും അവൻ്റെ മേൽ ചുമത്തിയാണ്. ഹി ബിക്കെയിം എ മാൻ ഓഫ് സോറോസ്. ഇപ്പോൾ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് യോഹന്നാൻ യേശുക്രിസ്തുവിനെ കാണിച്ചിട്ട് പറയുക, ഇത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന്. ഈ യേശുക്രിസ്തു നമ്മുടെ സകല പാപങ്ങളും ചുമന്നുകൊണ്ട് അവൻ ക്രൂസിൽ കയറി. പ്രിയ ദൈവമക്കളെ, സാൽവേഷൻ ആൻഡ് ദ ഗോസ്പൽ, രക്ഷയുടെ ഉപദേശമാണ് ഗോസ്പൽ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂസ് അനുഭവമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടെന്നർത്ഥമാണ്. ഈ സുവിശേഷം ഇന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിന് വേണ്ടിയുള്ളതായിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ പേഴ്സണലാക്കാൻ, ഈ യേശുക്രിസ്തുവിന് എന്നോടുള്ള റിലേഷൻ എന്താണെന്ന് ഞാൻ വിശ്വാസത്താൽ അംഗീകരിക്കുവാൻ, എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധം എന്താണെന്ന് വിശ്വാസത്താൽ ഞാൻ പ്രൊക്ലെയിം ചെയ്യുവാൻ
ദൈവം ആഗ്രഹിക്കുന്നു. സാൽവേഷൻ ഈസ് പേഴ്സണൽ എന്നോർത്തോണം. രക്ഷ പേഴ്സണലായിട്ടുള്ളതായതുകൊണ്ട് പറയുക, ഈ രക്ഷ സ്വന്തമായിട്ട് ഏറ്റെടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നമ്മളെല്ലാവരും കൂടി നമ്മുടെ കുടുംബ പ്രാർത്ഥനകളുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ സഭകളിലും നമ്മളങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചോ നല്ലതാ, പക്ഷേ ഉള്ളിലെങ്കിലും ഒന്ന് പറയണം, കർത്താവേ എല്ലാവരുടെയും പാപം ഒന്നല്ലല്ലോ, ഞാൻ പറയണേ എൻ്റെ പാപം ക്ഷമിക്കണം, ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ ദൈവമേ നീ ക്ഷമിക്കണമേ. ഓരോരുത്തരും അങ്ങനെ പറയണം. അപ്പം നമുക്ക് പറയാം, കർത്താവേ നീ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചെന്ന്. കണ്ടോ, പേഴ്സണലായിട്ട് ഞാൻ പറയുമ്പോൾ കാരണം എന്തുവാ, ഞാൻ പേഴ്സണലായിട്ട് പറയാൻ കാരണം എന്തുവാ, എൻ്റെ പാപത്തെ ചുമന്ന് അവൻ ക്രൂശിൽ കയറി. ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ് അതൊരു ഇൻക്ലൂസീവ് ഡെത്ത് ആയിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുക. അവൻ തന്നെയല്ല കയറിയതെന്ന്, അവൻ ക്രൂശിൽ എൻ്റെ പാപങ്ങളും ചുമന്ന് കയറിയപ്പോൾ അവൻ സർവ്വ മനുഷ്യരുടെയും പാപങ്ങൾ ചുമന്ന്, ഹീസ് ദ യൂണിവേഴ്സൽ സേവ്യർ എന്നോർത്തോണം, എല്ലാവരുടെയും പാപങ്ങൾ ചുമന്ന് ആ പാപഭാരവുമായിട്ട് അവൻ ക്രൂശിൽ കയറിയപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ ഫെയ്ത്ത് ഞാൻ പ്രൊക്ലെയിം ചെയ്യുക, എൻ്റെ കർത്താവേ എന്ന്, നീ അന്ന് കയറിയപ്പോൾ എൻ്റെ പാപങ്ങളും ഉണ്ടായിരുന്നു, എൻ്റെ പാപഭാരം ചുമന്ന് നീ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് അവൻ്റെ ഈ പാപഭാരം കൊണ്ട് ദേവദാസന്മാർ പറയുന്നത്, അവൻ്റെ ശരീരം നമുക്കറിയാം പെരുത്ത മീൻകൂട്ടം കൊണ്ട് വല കീറാറായെന്ന് നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ടല്ലോ, ആ വല കീറിയതുപോലെ അവൻ്റെ ശരീരം ക്രൂശിൽ പിഞ്ചിപ്പോയെന്നാണ് പറയുന്നത്. ആ പിഞ്ചി അത് കീറിയതുപോലായിപ്പോയി അവൻ്റെ ശരീരമെന്ന്. കാരണം അവന് പാപമില്ലാത്തവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് അംഗീകരിച്ച് അവനെ ഞാൻ അതിൽ കൂടുതൽ രക്ഷ അംഗീകരിക്കുമ്പോൾ അവൻ എൻ്റെ പേഴ്സണൽ സേവ്യറായിട്ട് തീരുക. ഹീസ് മൈ സേവ്യർ. ഈ രക്ഷ, ഹീസ് ദ സേവ്യർ ഓഫ് ദ ഹ്യൂമാനിറ്റി എന്ന് ഞാൻ പറയുന്നത് ശരിയാ, പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയണം ഹീസ് മൈ സേവ്യർ. പിന്നെ നമുക്ക് പറയാം ഹീസ് അവർ സേവ്യർ. പിന്നെ നമുക്ക് പറയാം ഹീസ് ദ സേവ്യർ ഓഫ് ഓൾ ഹ്യൂമാനിറ്റി എന്ന്. സകല മനുഷ്യരുടെയും പാപങ്ങളെ അവൻ ചുമന്നുണ്ട്. പക്ഷേ രക്ഷ വ്യക്തിപരമാണെന്നുള്ളത് മനസ്സിലാക്കി അത് എൻ്റേതാണെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ ആ രക്ഷയുടെ അറ്റോൺമെൻറ്റ് പവർ എന്നിലേക്ക് റിലീസ് ചെയ്യാനിടയായിത്തീരും. എന്തിനാ യാഗം കഴിച്ചെന്നറിയാമോ? എനിക്ക് വേണ്ടിയുള്ള പാപ പരിഹാര യാഗം കഴിച്ചപ്പോൾ എൻ്റെ ശിക്ഷ അവൻ ക്രൂശിൽ വഹിച്ചു, എനിക്ക് പകരക്കാരനായി തീർന്നു. എന്നെ ആ കടഭാരത്തിൽ നിന്ന് വിടുവിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നിവർന്നു നിൽപ്പാൻ, അവൻ്റെ നീതിയുടെ വസ്ത്രം എന്നെ ധരിപ്പിക്കുവാൻ എന്നെ യോഗ്യയാക്കി തീർത്തു. ഇത് ഞാൻ പേഴ്സണലായിട്ട് അംഗീകരിക്കണം. ദി അറ്റോണിങ് പവർ ഓഫ് ദ ബ്ലഡ് വിൽ കം ടു യു only when you accept him as your personal savior. സ്വന്തം രക്ഷിതാവായിട്ട് ഏറ്റു പറഞ്ഞാൽ മാത്രമേ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പത്രോസ് ഇവിടെ എടുത്തു പറയുക, നിങ്ങളോട് പറഞ്ഞ ഈ സുവിശേഷം എന്ന് പറയുന്നതിലുപരിയായി നിന്നോട്, എന്നോട്, നമ്മൾക്കെല്ലാവർക്കും വേണ്ടി പ്രവാചകന്മാർ പ്രവചിച്ചു. അവർ പറഞ്ഞു ഹി വിൽ കം, വി അക്സെപ്റ്റ് ഹിം, വി വിറ്റ്നസ്ഡ് ഹിം. ഞങ്ങൾ അവനെ അക്സെപ്റ്റ് ചെയ്തു, വിറ്റ്നസ് ചെയ്തു, വിശ്വാസത്തിൽ ഞങ്ങൾ മരിക്കുന്നു. എന്നാൽ നിങ്ങൾ അവനെ ഏറ്റെടുത്തിട്ട് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് അവനെ രക്ഷിതാവായി സ്വീകരിച്ചു മുന്നോട്ട് പോകാനാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അപ്പോസ്തലന്മാർ പറയുക ഹി ഹാസ് കം എന്ന്, അവൻ വന്നു. നമ്മൾ വിശ്വാസത്താൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, അവനെ കണ്ടിട്ടില്ലെങ്കിലും കാണുന്നു, കേട്ടിട്ടില്ലെങ്കിലും അവനിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ കാണാത്തവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം ഈ സുവിശേഷം നമ്മളെ സഹായിച്ചു. ഹി ഹാസ് ബിക്കം മൈ സേവ്യർ. അങ്ങനെ പേഴ്സണലായിട്ട് ഇവൻ എൻ്റെ രക്ഷകനായി തീർന്നു കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലം എവിടാണെന്നറിയോ? നേരത്തെ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. ദൈവമക്കൾ വായിക്കുക എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ പറയുക. ബാക്കി ഞാനിപ്പോൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്.
നമ്മൾ ഈ വന്നിരിക്കുന്നത്, അതുപോലെ സിദ്ധന്മാരുടെയും ഒക്കെ അനേക ദൂതന്മാരുടെ സന്നിധിയിൽ ആണ് ദൈവം നമ്മളെ ആ വിശുദ്ധ നഗരത്തിലേക്ക്, സ്വർഗീയ സൈന്യത്തിൻ്റെ അടുത്തേക്ക്, ആ സ്വർഗീയ യെരുശലേമിലേക്ക് അവൻ നമ്മളെ, ആ സിറ്റിയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് ആ ഭാഗ്യ പദവി എന്ന് ഓർത്തോണം. എബ്രായർ ലേഖനം 12:22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും അനേക നീതിമാന്മാരുടെ ആത്മാക്കളടുത്തും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തത്തിൻ്റെ അടുത്തോട്ട് ഞാൻ അവനെ പേഴ്സണലായിട്ട് അംഗീകരിച്ചപ്പോൾ എനിക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. ആ പുതിയ യെരുശലേമിൽ വിശ്വാസത്താൽ എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞു. അതിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, പത്രോസ് പറയുന്നത് പോലെ അന്ന് പ്രവാചകന്മാർ പറഞ്ഞത്, ഇന്ന് അപ്പസ്തോലന്മാരിൽ കൂടെ നമ്മൾ കേട്ട ഈ ദൈവവചനം, ഇത് നമ്മുടെ സ്വന്തമാക്കി നമ്മളാക്കി തീർക്കുമ്പോൾ ഈ രക്ഷയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അടുത്ത വാക്യത്തിൽ പറയാം, ഇതിലേക്ക് ദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനതിങ്ങനെ ചിന്തിച്ചു, എന്താ ഇങ്ങനെ ഈ ദൂതന്മാരും ഇതിനകത്ത് കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് പത്രോസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിപ്പാനിടയായത്. അപ്പോഴെൻ്റെ മനസ്സിൽ, പത്രോസിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കാനിടയായി തീർന്നു. എക്സോഡസ് 25:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതായത് സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ പെട്ടകവും ആ പെട്ടകത്തിൻ്റെ മുകളിലുള്ള കൃപാസനവും, പെട്ടകത്തിനകത്ത് സാക്ഷ്യപ്പെട്ടകമായിട്ട് അതിനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനമൊക്കെ അതിനകത്തുണ്ട്. അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കൃപാസനം, ആ പെട്ടകത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കൃപാസനം, അതിന് മേഴ്സി സീറ്റ് എന്ന് പറയും, അറ്റോൺമെൻറ്റ് സീറ്റ് എന്ന് പറയും, നമ്മളതിന് കൃപാസനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, മേഴ്സി സീറ്റ്. അപ്പം ആ പെട്ടകത്തിൻ്റെ മുകളിലാണ് ഈ കൃപാസനമുള്ളത്. ഈ കൃപാസനത്തിൻ്റെ 2 സൈഡിലും 2 കെരൂബുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോ ദൂതന്മാരെ. ഈ ദൂതന്മാർ അവരുടെ ചിറക് വിടർത്തി ഈ കൃപാസനത്തെ കവർ ചെയ്തിരുന്നു. അവരഭിമുഖമായി നിൽക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണ് താഴെയുള്ള മേഴ്സി സീറ്റിലോട്ട്, they were looking towards the mercy seat എന്നാണ് പറയുന്നത്. കൃപാസനത്തിലേക്ക് അവർ നോക്കിക്കൊണ്ട് നിന്നു. പത്രോസ് അതാ പറയാ, ഈ കൃപാസനത്തിലേക്ക് ദൂതന്മാർ ഉറ്റുനോക്കുന്ന ആ കാര്യം പത്രോസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദൂതന്മാർ ഉറ്റുനോക്കുന്ന, അവരിതിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. കാരണം ഇവരിങ്ങനെ നോക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവർക്ക് വീണ്ടെടുപ്പ് എന്താണെന്നോ ആ റിഡീമിങ് ഗ്രേസ് ഓഫ് ഗോഡ് എന്തുവാന്നുള്ളത് അവർക്കറിയത്തില്ല, അവർക്കതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അവർ സ്വർഗത്തിൽ ജീവിക്കുന്നു, ദൈവത്തോടുകൂടെയുള്ള അവരുടെ വാസം. അവർക്ക് ഈ പാപപരിഹാരത്തിനുള്ള യാഗങ്ങളോ അതിനുള്ള പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്താണെന്ന് അവർക്കറിയത്തേ ഇല്ല. പക്ഷേ അത് കാരണം അവർ നോക്കുമ്പം മേഴ്സി സീറ്റിൻ്റെ ആ പെട്ടകത്തിൻ്റെ മുമ്പിലുള്ള ആ കൃപാസനത്തിൽ ആടിൻ്റെ രക്തം തളിച്ചതും, അങ്ങനെ രക്തം തളിച്ച് പാപപരിഹാരത്തിന് വേണ്ടി തളിച്ച രക്തമാണ് കാണുന്നത്. സോ ഇവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2 ദൂതന്മാരാണ്. ഈ ദൂതന്മാരുടെ കണ്ണ് എപ്പോഴും ഈ മേഴ്സി സീറ്റിലോട്ട്, ആ സ്പ്രിങ്കിൾഡ് ബ്ലഡ് അകത്തേലുണ്ട്, ആ തളിക്കപ്പെട്ട രക്തം അകത്തേലുണ്ട്. ഇവരിങ്ങനെ നോക്കിയിരിക്കുക, ഇത് നിറവേറുമെന്ന്, ഇതെങ്ങനെ ഈ റിഡംപ്ഷൻ നിറവേറും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവരായിരിക്കുമ്പോൾ അവരത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ഇവരത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു വേദഭാഗം എനിക്ക് സന്തോഷം തന്നൊരു വചനമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുക, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ എന്തോ ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വീണ്ടെടുപ്പ് എന്താണെന്ന് അവർക്കറിയത്തില്ല. എങ്ങനെ ഇവരെ വീണ്ടെടുക്കാൻ പോകുന്നെന്നറിയാനുള്ള ആ ക്യൂരിയോസിറ്റിയിലാണ് ഇവർ ഈ രക്തം തളിച്ച ആ കൃപാസനത്തിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. പിന്നെ അത് ഓരോ സമയത്ത് കാര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ മാത്രമേ പ്രവാചകന്മാരെ പോലെ നേരത്തെ ഇവർക്ക് എല്ലാം ഒന്നും വെളിപ്പെട്ടില്ല, അപ്പോഴപ്പോൾ അറിയുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നതെന്ന് അർത്ഥമാണ്. ഇവരന്നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു പാപിയുണ്ട്, രക്ഷിക്കപ്പെട്ടു വരുന്നു, ഒരു പാപി മനസ്സാന്തരപ്പെട്ടു വരുമ്പോൾ ഇവർക്ക് മനസ്സിലാകുക
ഈ റെഡീമിങ് ഗ്രേസ് ഓഫ് ഗോഡ് എന്താണെന്നുള്ളത്, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുക. അവർക്കത് അറിയാൻ വലിയ ആഗ്രഹമാണ്. ദ റെഡീമിങ് ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഡൈയിങ് ലവ് ഓഫ് ഗോഡ്. ജീവനെ കൊടുക്കുന്ന ഒരാട് മരിച്ചു കഴിഞ്ഞു, ഒരു ആട് ചത്തു കഴിഞ്ഞു. യേശുക്രിസ്തു ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്നർത്ഥമാണ്. ഇത് കാണുമ്പോൾ ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ കൂടെ മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിന് അവകാശിയായി ഒരാൾ വരുന്നു എന്ന് കാണുമ്പോൾ ദൂതന്മാരുടെ മധ്യത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 15:10 പറയുന്നത്. കാരണം ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെയായിരിക്കും ഈ റിഡംഷൻ നടക്കുന്നതെന്ന്. ഓരോ വ്യക്തിയും റിഡീംഡായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ദൂതന്മാർ സന്തോഷിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ കൂടെ തന്നെ വായിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഓർക്കുക ദൈവമക്കളെ, പ്രവാചകന്മാർക്ക് സാധിക്കാഞ്ഞത് ദൂതന്മാർ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എത്ര പേർ ഈ വിശ്വാസത്തിൽ ഈ റെഡീമിങ് ഗ്രേസിന് അനുഭവിച്ച് മുന്നോട്ട് വരുന്നുണ്ട്, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നെന്ന്. പത്രോസ് പറയുന്നത് സ്വർഗത്തിൽ അവർ വസിക്കുന്നെങ്കിലും ദൂതന്മാർ അവരുടെ കണ്ണെപ്പോഴും ഭൂമിയിലേക്കാണെന്നുള്ള, അവരിങ്ങനെ കുനിഞ്ഞു നോക്കുന്നെന്നാണ് പറയുന്നത്, പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നത്. അങ്ങനെ കാണുമ്പോൾ അവരുടെ ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച്, സ്വർഗത്തിൽ വലിയ സന്തോഷം ദൂതന്മാരുടെ മധ്യേ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ദൂതന്മാർക്ക് മുഴുവൻ അറിയാൻ കഴിയാഞ്ഞത് ഇന്നും അവർ ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്നു ഓരോ കാര്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ഈ റിഡീമിങ് ഗ്രേസിനുണ്ടാകുന്ന അതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ദൈവമക്കളുടെ ജീവിതത്തിലെ വിടുതലുകളും ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും കാണുവാൻ താഴേക്ക് നോക്കിയിരിക്കുന്ന ദൂതന്മാരും കണ്ടില്ലെങ്കിലും വിശ്വസിച്ചു പോയ പ്രവാചകന്മാർ നമുക്ക് മുന്നിലുള്ളപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുക, 2 Corinthians chapter 6:2, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതിൻ്റെ മുമ്പിലുള്ള വാക്യം പറയാം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പിന്നീടാ പറയുന്നത്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദിസ് ഈസ് ദ ഡേ ഓഫ് അവർ സാൽവേഷൻ. ദിസ് ഈസ് ദ ഡേ ഓഫ് ഗോഡ്സ് ഫേവർ എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ ദാറ്റ് ഡേ ബിക്കംസ് ദ ഡേ ഓഫ് യുവർ ഫേവർ ഓഫ് ഗോഡ് എന്നുള്ള, ദൈവത്തിൽ നിന്നുള്ളൊരു ഫേവർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആ സാൽവേഷൻ്റെ ആ അനുഭവത്തിലേക്ക് പേഴ്സണലായിട്ട് വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. അന്നേരം പറയാം, ഇപ്പോഴാകുന്നു എൻ്റെ രക്ഷാ ദിവസമെന്ന്, ഇപ്പോഴാകുന്നു എൻ്റെ പ്രസാദകാലമെന്ന്. എൻ്റെ പ്രസാദകാലം എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഡേ ഓഫ് മൈ ഗോഡ്സ് ഫേവർ എന്ന്, എൻ്റെ ദൈവത്തിന് എന്നോട് പ്രീതി തോന്നുന്ന നിമിഷം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആ ഒരു അനുഭവത്തിൽ ആയിരിക്കുമ്പോൾ ആ രക്ഷയെ പുതുക്കിക്കൊണ്ട്, ആ രക്ഷയുടെ സന്തോഷം, ദൂതന്മാരുടെ മധ്യത്തിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അതൊരു സന്തോഷമായി മാറാൻ, ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടെങ്കിൽ അത് പുതുക്കുകയും, രക്ഷിക്കപ്പെടാത്തവർ ഈ രക്ഷയെ പേഴ്സണലാക്കി എടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ചുമന്ന യേശു ക്രിസ്തുവിൽ നമ്മുടെ സകല ജീവിതത്തിൻ്റെ പാസ്റ്റ് അനുഭവങ്ങൾ സമർപ്പിച്ച് ആ രക്ഷയുടെ വിടുതൽ, ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ യെശയ്യാവ് പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ആ ലാസ്റ്റ് ഓളിൽ കൂടെ, ആദ്യത്തെ ഓളിൽ കൂടെ അകത്ത് കിടന്ന് തെറ്റിപ്പോയെന്ന് സമ്മതിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ ലാസ്റ്റ് ഓളിൽ കൂടെ നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മൾ നിവർന്നു നിൽക്കുന്നവരായിട്ട് തീരും. ദൈവസന്നിധിയിലും ഈ ലോകത്തിലും ഒരു കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും നിവർന്നു നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. യെരമ്യാ 8:20 പറയുന്നുണ്ട്, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ലെന്ന്. അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ, ദ ഹാർവസ്റ്റ് ഈസ് പാസ്റ്റ് ആൻഡ് ദ സമ്മർ ഈസ് എൻഡഡ്, വി ആർ നോട്ട് സേവ്ഡ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ വരാതിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ടവർ ആ സന്തോഷത്തെ പുതുക്കണമെങ്കിൽ നമുക്കറിയാം, രക്ഷയെ പുതുക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് 51-ാം സങ്കീർത്തനം. പാപം ചെയ്ത് സന്തോഷം പോയപ്പോൾ ദാവീദ് നിലവിളിക്കുക, രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് തിരിച്ചു തരണമേ എന്ന്. അപ്പോൾ രക്ഷയ്ക്കൊരു വലിയ സന്തോഷമുണ്ട്. സന്തോഷം എന്താ? ദൈവസന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ, നിവർന്നു നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ദൈവമക്കളെ ആരും നമുക്ക് പ്രതികൂലമായിട്ടില്ല.
സോ ദിസ് ഈസ് ഗോഡ്സ് ഫേവർ എന്നുള്ളത്, ഈ രക്ഷിക്കപ്പെടാൻ കൃപയാൽ, അത് ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഈ കൃപയാൽ രക്ഷപ്പെട്ട പാപിയായ ഞാനെന്ന് നമുക്ക് പറയാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിവർന്നു നിൽപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.